ഫസ്റ്റ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും കുറേ ഡൗട്ട്സും ഇൻസെക്യൂരിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആസ് എ ബിഗിനർ എന്ന നിലയ്ക്ക് എനിക്ക് ഇപ്പോഴും കുറേ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. മെയിൻലി ഈ പ്രസൻറ്റ് ചെയ്യുന്ന കാര്യത്തിൽ, അതായത് ക്യാമറൻ്റെ മുന്നിൽ നിന്ന് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഇൻസെക്യൂരിറ്റി ആയിട്ട് വരുന്നത്. ബാക്കിയൊക്കെ പിന്നെ ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യലുള്ളത്. 1 year ആയി യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടെങ്കിലും 3 month ആയിട്ടുള്ളൂ ഞാൻ യൂട്യൂബിൽ ആക്റ്റീവ് ആവാൻ തുടങ്ങിയിട്ട്. ആ ഒരു 3 monthൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഞാൻ ബെറ്ററായി വരുന്നുണ്ട്. എല്ലാ ഫേമസ് യൂട്യൂബേഴ്സും, അതായത് മില്യൺസ് ഓഫ് സബ്സ്ക്രൈബേഴ്സും മില്യൺസ് ഓഫ് വ്യൂസും ഉള്ള എല്ലാ ഫേമസ് യൂട്യൂബേഴ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ എവിടെ നിൽക്കുന്നു അവിടെ നിന്നിട്ട് തന്നെയാണ് അവരും സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങളുടെ ഫേവറേറ്റ് യൂട്യൂബേഴ്സിൻ്റെ ഓൾഡസ്റ്റ് വീഡിയോ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവർ ഇങ്ങനെയൊക്കെയാണോ തുടങ്ങിയിരുന്നത് എന്നുള്ള കാര്യം. അതുകൊണ്ട് എനിക്ക് ഈ എക്യുപ്മെൻറ്റ്സ് ഇല്ല, എനിക്ക് അതില്ല ഇതില്ല എന്ന് ആലോചിക്കാനായിട്ട് നല്ല എന്തുണ്ടോ അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഹൗ ഐ ക്രിയേറ്റ് എ വീഡിയോ ആസ് എ ബിഗിനർ യൂട്യൂബർ. ഫസ്റ്റ് ഞാൻ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഏത് വീഡിയോ ചെയ്യുമെന്ന് ആലോചിച്ച് എന്ത് കണ്ടൻറ്റ് ഞാൻ ചെയ്യുമെന്ന് ആലോചിച്ച് ഞാനിങ്ങനെ കുറേ നേരം സ്റ്റക്ക് ആവേണ്ട. അതാണ് എൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമായിട്ട് വരുന്നത്. പ്രശ്നമല്ല, ഒരു റിസ്കി ആയിട്ടുള്ളൊരു കാര്യം വരുന്നത്. നമ്മളിങ്ങനെ ആലോചിച്ച് ഇതെന്താ നല്ലൊരു ടോപ്പിക് തന്നെ കിട്ടണ്ടേ, അത് ആലോചിച്ച് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഐഡിയ കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് എപ്പോൾ വരും എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ എനിക്ക് അധികം ഉറങ്ങുന്ന സമയത്താണ് വരില്ല. ചിലപ്പോൾ നിങ്ങൾ എവിടെ പോകുമ്പോൾ ഈ ബസ്സിലിരിക്കുമ്പോൾ ഈ സമയത്തൊക്കെ വരാം. അപ്പോൾ എപ്പോഴും നമ്മളെ കയ്യിലുണ്ടാവുന്ന ഒരു സാധനം ഫോണാണ്. അപ്പോൾ ഐഡിയ വരുമ്പോൾ അത് അപ്പം തന്നെ നോട്ട് ചെയ്ത് വെക്കുക, ഇല്ലെങ്കിൽ പിന്നെ കുറച്ചായിട്ട് മറന്നു. അപ്പോൾ എനിക്ക് രാത്രി ഉറങ്ങുന്ന സമയത്ത് അധികം ഐഡിയ വരില്ല. അപ്പോൾ ആ ഐഡിയ വന്നിട്ട് പിന്നെ എൻ്റെ ഉറക്കം കളി. അതാണ് മെയിൻ എൻ്റെ ഐഡിയൻ്റെ ഒരു പ്രശ്നം. അപ്പം ഞാൻ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ ഞാൻ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും, എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കും. അതാണ് എൻ്റെ പ്ലാനിങ്ങിൽ വരുന്നത്. ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളൊരു ബെറ്റർ പ്ലാനിങ് അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുക. അത് കഴിഞ്ഞിട്ട് എൻ്റെ മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റിംഗ് ആണ്. മെയിൻ നല്ല വളരെ ലോങ് പ്രോസസ്സായിട്ട് ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും ലോങ് ടൈം 2 ദിവസമൊക്കെ എടുത്ത് ചെയ്യുന്ന കാര്യം ഈ സ്ക്രിപ്റ്റിംഗ് ആണ്. അതിനൊരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ബിഗിനർ ആണല്ലോ. ബിഗിനർ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് കുറച്ച് റിസ്ക് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, പ്രസൻറ്റ് ചെയ്യുന്ന കാര്യം മൊത്തം സ്ക്രിപ്റ്റ് ചെയ്തേക്കും. എൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാവരും കുറേ ഷോർട്ടാക്കി എഴുതി വെക്കുകയല്ലേ ചെയ്യുക. പക്ഷേ എൻ്റെ സ്ക്രിപ്റ്റിംഗ് ബുക്ക് അതിൽ മൊത്തം ഒരു സ്റ്റോറി പോലെ ഉണ്ടാവും. അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതാനും ഒരു ബുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഇതാണ് എൻ്റെ സ്ക്രിപ്റ്റിംഗ് ബുക്ക് വരുന്നത്. ഞാനിത് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തത് തന്നെയാണ്. ഈ ഒരു ഡയറിയിലാണ് ഞാൻ എൻ്റെ സ്ക്രിപ്റ്റിംഗ് തയ്യാറാക്കൽ. അപ്പം എൻ്റെ ഒരു സ്ക്രിപ്റ്റിംഗ് കണ്ടാൽ ഞങ്ങൾ ഷോക്കാവും. ഫുള്ളൊരു സ്റ്റോറി പോലെ, ലോങ് സ്റ്റോറി പോലെയാണ് സ്ക്രിപ്റ്റിംഗ് ചെയ്യൽ. ചില സമയത്ത് ഞാൻ ഫോണിൽ നോട്ടിലൊക്കെ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തന്നെ സെയിം എനിക്ക് എന്താണോ വരുന്നത് അതൊക്കെ ഇങ്ങനെ എഴുതി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്ക്രിപ്റ്റിന് ഇങ്ങനെ ഒരു സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ബിഗിനർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് സ്ക്രിപ്റ്റിൽ എഴുതി വെക്കുക. അപ്പോൾ കുറച്ച് ഒരു പ്രോ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ സ്ക്രിപ്റ്റ് എഴുതണത് എന്താ പറയുക ഷോർട്ടാക്കിയിട്ട് ഇങ്ങനെ എഴുതുക ചെയ്യുക, ഒരു പോയിൻ്റ് പോലെ. ഞാൻ ഇപ്പം അങ്ങനെ ശ്രമിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ എന്നാലും എനിക്ക് ഈ പ്രസൻറ്റ് ചെയ്യുന്ന മറന്നു പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്ക്രിപ്റ്റ് ഇങ്ങനെ ഭയങ്കര ലോങ് ആയിട്ട് എഴുതി വെക്കും. അപ്പോൾ എൻ്റെ ഈ സ്ക്രിപ്റ്റിംഗ് ബുക്കിലാണ് ഞാൻ സ്റ്റോറി ബോർഡ് വരെ ഞാൻ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്ത സാധനം ഇങ്ങനെ വരച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെ ഈ ക്യാമറ കാര്യങ്ങൾ കൊടുക്കണം, അതൊക്കെയാണ് ഈ സ്റ്റോറി ബോർഡിൽ വരുന്നത്. എൻ്റെ സ്ക്രിപ്റ്റിങ്ങിൽ ഞാനിതെങ്ങനെ ഷൂട്ട് ചെയ്യും, ഞാനെങ്ങനെ പ്രസൻറ്റ് ചെയ്യും, ഇത് എങ്ങനെ ഏതൊക്കെ ആംഗിൾ കൊടുക്കും, ഏതൊക്കെ ഷോട്ട് കൊടുക്കും എന്നുള്ള ഡീറ്റെയിൽ ഞാൻ എഴുതിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ എന്തൊക്കെ പോയിൻറ്റ്സ് കാര്യങ്ങളാണ് പറയേണ്ടത്, എങ്ങനെ ഞാനിത് പ്രസൻറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെക്കും. പിന്നെ തമ്പനെയിലിനുള്ള കാര്യങ്ങൾ, അപ്ലോഡിങ്ങിനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഞാൻ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ നേരത്തെ ജസ്റ്റ് നോക്കിക്കോ. എൻ്റെ സ്ക്രിപ്റ്റിങ്ങിന് മെയിനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ChatGPT ആണ്. അപ്പോൾ ഞാനൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അത് ChatGPTയിലിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് വെക്കും. എന്നിട്ട് അതിൽ നിന്ന് എന്തൊക്കെ കിട്ടുന്നോ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. മൊത്തം ChatGPT ആക്കിയത് കുറച്ചൊക്കെ ഞാനങ്ങനെ ചെയ്യില്ല, കാരണം മൊത്തം ChatGPT ആക്കി കഴിഞ്ഞാൽ കുറച്ച് ആർട്ടിഫിഷ്യലായി പോയല്ലോ. അപ്പോൾ അതാണ് സ്ക്രിപ്റ്റിങ്ങിൽ വരുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ലോങ് പ്രോസസ്സാണ്, 2 days ഒക്കെ എടുക്കും. പക്ഷേ നിങ്ങൾ മേ ബി ചെയ്യുമ്പോൾ അത്ര എടുക്കണമെന്നില്ല. എൻ്റെ ഒരു കാര്യമായിട്ട് ഞാൻ പറയണം. സ്ക്രിപ്റ്റ് ചെയ്ത കാര്യങ്ങൾ മൊത്തം നമുക്ക് നോട്ട് എന്നെന്തോ പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ലിങ്ക് കൊടുക്കുക. അതിൽ ഞാൻ എന്ത് ചെയ്യും, ഈ സ്ക്രിപ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ കളർ തീം ചെയ്ത് കൊടുക്കണം, ആദ്യം എന്തൊക്കെയാണ് പ്ലാനിങ്, സ്ക്രിപ്റ്റിങ്, ഇതൊക്കെ കണ്ടില്ല. അതുപോലെ ഞാൻ ഫുള്ള് ജസ്റ്റ് ഇങ്ങനെ വരച്ചിട്ടും ടൈപ്പ് ചെയ്തിട്ടും ഒക്കെ ഇങ്ങനെ വെക്കും. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒന്നുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ അതും
ഞാൻ ചെയ്യലുണ്ട്. അപ്പോൾ എൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ ഇത് കണ്ടില്ല നിങ്ങൾ വിചാരിക്കും ഇത്രയും എഫേർട്ട് ഇടണമെന്ന്. മേ ബി നിങ്ങൾക്ക് ചിലപ്പോൾ ഇത്ര എഫേർട്ട് വേണ്ടിയില്ല. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് ഇത്ര എഫേർട്ട് ഇല്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ര എഫേർട്ട് ഇട്ടിട്ടെല്ലാം ചെയ്യണം. പിന്നെ നെക്സ്റ്റ് എന്ന് വരുന്നത് ഫിലിമിംഗ് ആണ്. ഫിലിമിംഗ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യണത്, അതായത് ഷൂട്ട് ചെയ്യണത്. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഈ ഷൂട്ടിങ് കാര്യങ്ങളാണ്. ഈ ഇത്രയും സ്ക്രിപ്റ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത കാര്യങ്ങൾ മൊത്തം ഷൂട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് പ്രോസസ്സ് വരുന്നത്. ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ വീട്ടിലുള്ളതുകൊണ്ട് തന്നെ ഇവിടെ കുറേ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രൈപോഡ്, ലൈറ്റ്, പിന്നെ ഗിംബല്, പിന്നെ മൈക്ക്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. മൈക്കിങ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു മൈക്ക് ഇതല്ല, സോറി, ഈ മൈക്ക് വെച്ചിട്ടാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യൽ. നല്ല അടിപൊളി മൈക്ക്. പക്ഷേ ഈ മൈക്കിൻ്റെതല്ല, ഗിംബലിൻ്റെതല്ല, ഇവിടെയുള്ള ഭൂരിപക്ഷ സാധനങ്ങളും ഇൻ്റെതാണ്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഈ മൈക്ക് കാണാൻ പറ്റുന്നുണ്ടാവുള്ളൂ. മേ ബി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ തിരിച്ചു പോകുന്നതുകൊണ്ട് തന്നെ മൈക്കൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെ പറയലായിരിക്കും. പക്ഷേ ബെറ്റർ ആക്കാൻ നോക്കും. ഞാൻ മുന്നത്തെ വീഡിയോയിൽ മാത്രമേ മൈക്ക് യൂസ് ചെയ്തിട്ടുള്ളൂ. അതിന് മുന്നത്തെ വീഡിയോസിലൊന്നും ഞാൻ മൈക്ക് യൂസ് ചെയ്തില്ല. എന്നാലും ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ വോയിസ് കൊടുക്കില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ ഫുള്ള് വാങ്ങാൻ പറ്റുമെന്ന് തോന്നും. പക്ഷേ എനിക്കിതൊന്നുമില്ല. എനിക്ക് ആകെ ഒരു ട്രൈപോഡ് മാത്രമേ ഉള്ളൂ എൻ്റെ അടുത്ത്. ട്രൈപോഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിൻ്റെ ഈ ഒരു സാധനങ്ങളൊക്കെ കണ്ടിട്ട് ഞെട്ടേണ്ട ആവശ്യമില്ല. ഇതും ഇല്ലാത്ത സമയത്ത് ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്തിരുന്നു. അന്ന് ലൈറ്റ് പോലും ഇല്ലേനു, നാച്ചുറൽ ലൈറ്റ് വെച്ചിട്ടാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ പോകുമ്പോൾ, അതായത് യൂണിവേഴ്സിറ്റി പോകുമ്പോൾ എൻ്റെ അടുത്ത് ഇതൊന്നും ഉണ്ടാവില്ല. ഞാൻ വെച്ചിട്ടാണ് അധികം വീഡിയോ ചെയ്യൽ. ഈ ഒരു ഓവർ ഹെഡ് ട്രൈപോഡും ഞാൻ യൂസ് ചെയ്യലുണ്ട്. ഈ ട്രൈപോഡ് നമുക്ക് അല്ലേ പിന്നെ ചില സ്ഥലത്തൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഒരു ഓവർ ഹെഡ് ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാൻ അധികം ടേബിൾമേൽ റൈറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം ഞാൻ ഓവർ ഹെഡായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രൈപോഡാണ് യൂസ് ചെയ്യൽ. ഇപ്പോൾ ഞാൻ എൻ്റെ സ്ക്രിപ്റ്റിങ്ങിൻ്റെ ബുക്ക് കാണിച്ചപ്പോഴും അതൊക്കെ ഞാൻ ഈ ഒരു ട്രൈപോഡിലാണ് ഷൂട്ട് ചെയ്യാറുള്ളത്. ഇത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ട്രൈപോഡാണ്. അപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, കുറേ ആംഗിൾ, ഷോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോങ് ഷോട്ട്, മീഡിയം ഷോട്ട്, പിന്നെ ഹൈ ആംഗിൾ, ലോ ആംഗിൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ ഒരു ബേസിക് ഓഫ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോഗ്രാഫിയിലുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് യൂട്യൂബ് ചെയ്താൽ തന്നെ അല്ലെങ്കിൽ വീഡിയോസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഒരൊറ്റ ഇങ്ങനെ സംസാരിക്കാനായിട്ട് നല്ല ഇടയ്ക്കിടയ്ക്ക് കുറേ മീഡിയം ഷോട്ട് ആയിട്ടുള്ള ഐറ്റംസ് കൊണ്ടുവരിക, അല്ലെങ്കിൽ കുറച്ച് ആഡ് ഓൺസ് ആയിട്ട് കുറേ ഷോട്ടുകൾ, ആംഗിൾസുകളൊക്കെ ആഡ് ചെയ്യുക. നമ്മൾ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഇടയിൽ എക്യുപ്മെൻറ്റ്സിനെ കുറിച്ചും എൻ്റെ ഡയറിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ അതിൻ്റെ ചെറിയ ഷോട്ടുകൾ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ട്രാൻസിഷൻ എന്നുള്ള ഒരു ഫീൽക്ക് നിങ്ങൾ അങ്ങനെ കൊണ്ടുവന്നാൽ ഒന്നും കൂടി എൻഗേജിങ് ആയിരിക്കും നിങ്ങളുടെ വീഡിയോ. അപ്പോൾ ഷോർട്ട്, ആംഗിൾസ് ഇതൊക്കെ ട്രൈ ചെയ്യാൻ നോക്കുക. ഞാൻ അധികം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ഷോട്ടൊന്ന് ലോങ് ഷോട്ടും ക്ലോസപ്പ് ഷോട്ടാണ് വരുന്നത്. ലോങ് ഷോട്ട് ആകുമ്പോൾ നമുക്ക് ഈ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എന്തോ അതിന് രസമാണ്. ക്ലോസപ്പ് ഷോട്ട് ആകുമ്പോൾ അത് ക്ലിയർ കൂടുതലായതുകൊണ്ടാണ് എന്നോട് ഇഷ്ടപ്പെടാൻ കാരണം. ഞാനിപ്പോൾ ഐഫോണിലാണ് ഷൂട്ട് ചെയ്യണത്. മുന്നത്തെ ഒരു വീഡിയോ മാത്രം ഐഫോണിൽ ഷൂട്ട് ചെയ്തുള്ളൂ. ബാക്കി മുന്നത്തെ എല്ലാ വീഡിയോസും എൻ്റെ ഈ സാംസങ്ങിൻ്റെ ഫോണിലാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഭയങ്കര അടിപൊളിയാണ്. ഇതിൻ്റെ അടുത്ത ഫോട്ടോ ആണ്. ഈ ഒരു ഫോണിലാണ് സാംസങ് F34. ഓക്കെ, അതാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യൽ. നിങ്ങളുടെ അടുത്ത് ഏത് ഫോണുണ്ടോ അത് വെച്ചിട്ടും ചെയ്യാൻ നോക്കാം. അപ്പം നിങ്ങൾ ഈ ബേസിക് ആയിട്ടുള്ള ഷോട്ടുകളും കാര്യങ്ങളും ഒക്കെ ജസ്റ്റ് ഒന്ന് ഒരു റെഫറൻസ്, നിങ്ങളിപ്പോൾ ഒരു വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഹൗ ഐ ക്രിയേറ്റ് എ വീഡിയോ എന്ന് ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ അതൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യും. എന്നിട്ട് കുറച്ച് സിനിമാറ്റിക് ടച്ചുള്ള കുറച്ച് വീഡിയോസൊക്കെ വെറുതെ ഇരുന്ന് കാണും. അതിൽ വരുന്ന കുറേ ഷോട്ടുകളൊക്കെ ഞാൻ ഇന്ത്യയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കും. പക്ഷേ അത് മേ ബി ആ ഒരു സെറ്റപ്പിൽ വരണമെന്നില്ല. എന്നാലും കുറേ ഒരു വെറൈറ്റി സാധനം കിട്ടേണ്ട അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ഐഡിയ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഇതെങ്ങനെ ഷൂട്ട് ചെയ്യണം എന്നുള്ളത് കുറച്ച് ഇംഗ്ലീഷുകാരെ വീഡിയോസ് കണ്ടാൽ ഒരു ഷൂട്ട് ചെയ്യണ പോലെ അത്ര ബെറ്റർ ആക്കിയില്ലെങ്കിലും ഒന്ന് ട്രൈ ചെയ്താൽ ചിലപ്പോൾ നമ്മളെ രീതിയിൽ കുറച്ച് നല്ല ഷോട്ടുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വരുന്നത് എഡിറ്റിംഗ് ആണ്. എഡിറ്റിങ്ങിലാണ് ഞാൻ കുറച്ചും കൂടി ഞാൻ എടുത്ത വീഡിയോസ് ഒന്ന് സെറ്റപ്പ് ആക്കാൻ നോക്കല്. ഞാൻ പ്രീമിയറിലാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ബിഗിനർ എന്ന നിലയ്ക്ക് വൈ യൂസ് എഡിറ്റിംഗ് പ്രീമിയർ, പക്ഷേ
എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി പ്രീമിയറൊക്കെ എനിക്ക് അറിയണോണ്ട് പിന്നെ അതിൽ എഡിറ്റ് ചെയ്താണെന്നാണ് എനിക്ക് ഒന്നുകൂടി എളുപ്പം. പക്ഷേ ഒരു 3-4 വർഷം മുന്നേ ഞാൻ എന്ത് വീഡിയോ എടുത്താലും ഞാൻ ആദ്യം ഇൻസ്റ്റഗ്രാമിലാണ് വീഡിയോസ് ചെയ്തിരുന്നത്. ആ വീഡിയോസിൽ മൊത്തം എന്താ ഫുൾ റീൽസാണ് ഇടുക. അപ്പോൾ റീൽസിൽ ഞാൻ എഡിറ്റ് ചെയ്യുക ഫുൾ VN ഇട്ടിട്ടാണ് എഡിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, VN എഡിറ്റ് ചെയ്യാൻ പറ്റും. ബെറ്ററായിട്ട് VN തന്നെ എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് പ്രീമിയർ അറിയണോണ്ട് ഞാൻ പ്രീമിയർ യൂസ് ചെയ്യുന്നതാണല്ലോ. നിങ്ങൾക്ക് പ്രീമിയർ പഠിക്കണം എന്നുണ്ടെങ്കിൽ യൂട്യൂബ് നോക്കി പഠിക്കാം. ഞാൻ പ്രീമിയർ പഠിച്ചത് ഞാൻ കോളേജിൽ മൾട്ടിമീഡിയ ആയതുകൊണ്ട് അവിടുന്ന് കുറച്ച് ബേസിക്കും പഠിച്ച് ബാക്കി മൊത്തം ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്കും പ്രീമിയർ യൂസ് ചെയ്യാൻ പറ്റും. ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രീമിയർ തന്നെ യൂസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ അധികം പ്രീമിയറിലാണ് എഡിറ്റ് ചെയ്യൽ. ഇനി പ്രീമിയർ ഇല്ല, അതായത് ലാപ്ടോപ്പൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഞാനൊന്നും ആദ്യം ലാപ്ടോപ്പ് ഉണ്ടായിട്ടല്ലായിരുന്നു വീഡിയോ എടുത്തിരുന്നത്. എൻ്റെ അടുത്ത് ഇതിലും ചെറിയ ഈ സാംസങ്ങിൻ്റെ ഈ ഫോൺ ഞാൻ കുറച്ചായിട്ടുള്ളൂ വാങ്ങിയിട്ട്. ഇതിലും ചെറിയ ഫോണിൽ ഞാൻ വീഡിയോ എടുത്ത് VN എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പഴയ വീഡിയോസ് കാണണമെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നോക്കിയാൽ മതി. പക്ഷേ യൂട്യൂബിൽ നമുക്ക് കുറച്ച് അത്യാവശ്യം നല്ല വീഡിയോസേ കാണാൻ പറ്റുള്ളൂ. കാരണം മെയിനായിട്ട് എന്താ വെച്ചാൽ ഞാൻ കുറച്ചായിട്ടുള്ളൂ യൂട്യൂബ് തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് ഓൾറെഡി പ്രീമിയറും പിന്നെ ഈ വീഡിയോ എടുക്കുന്ന കാര്യങ്ങളും ഒക്കെ ഞാൻ കുറച്ച് പഠിച്ചതിന് ശേഷമാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത്. അതുകൊണ്ടാണ് കുറച്ച് നല്ല കുഴപ്പമില്ലാത്ത വീഡിയോസ് വരുന്നത്. എന്നുണ്ടെങ്കിൽ ഞാനും കുറേ അറിയാതെ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായുള്ള മിസ്റ്റേക്കുകളൊക്കെ എൻ്റെ വീഡിയോയിൽ ഉണ്ടാവാമായിരുന്നു. പക്ഷേ അങ്ങനത്തെ വീഡിയോസ് മേ ബി ഞാൻ പണ്ടൊക്കെ എടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. സോ എഡിറ്റിങ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി എന്താ പറയുക, എൻഗേജിങ് ആക്കാൻ വേണ്ടിയിട്ട് ഈ സൗണ്ട് എഫക്റ്റ് കൊടുക്കുക. സൗണ്ട് എഫക്റ്റ് കൊടുക്കുമ്പോൾ ഒന്നും കൂടി നമ്മുടെ വീഡിയോസ് കുറച്ചും കൂടി എന്താ പറയുക, ഒരു നാച്ചുറൽ ഫീൽ കിട്ടും. ഞാൻ കൂടുതലും വീഡിയോസിൽ സൗണ്ട് എഫക്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൗണ്ട് എഫക്റ്റിന് ജസ്റ്റ് യൂട്യൂബ് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. കോപ്പിറൈറ്റ് ഒന്നും വരില്ല സൗണ്ട് എഫക്റ്റിന്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ നമുക്ക് സൗണ്ട് എഫക്ട്സ് എടുക്കാൻ പറ്റും, മ്യൂസിക് എടുക്കാൻ പറ്റും. അത് മെയിൻ കാര്യമായിട്ടോ. യൂട്യൂബിൽ മ്യൂസിക് കോപ്പിറൈറ്റ് വരെയുണ്ട്. അപ്പോൾ യൂട്യൂബിൽ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയാൽ അവിടെ മ്യൂസിക് ഉണ്ട്. അത് ലാപ്ടോപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ. ഫോണിൽ എനിക്ക് തോന്നുന്നത് പറ്റില്ല എന്ന്. അപ്പോൾ അതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ആ മ്യൂസിക് കൊടുത്താൽ നിങ്ങൾക്ക് എന്താ പറയുക, കോപ്പിറൈറ്റ് ഒന്നും ഇല്ലാതെ നല്ല വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും, നല്ല മ്യൂസിക് ആഡ് ചെയ്യാനും പറ്റും. സോ അതാണ്. അപ്പോൾ സൗണ്ട് എഫക്റ്റ് മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുക. സൗണ്ട് എഫക്റ്റിനെ കുറിച്ചൊരു നോളജ് ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോസ് കുറച്ച് സൗണ്ട് എഫക്റ്റ് ഒക്കെ കുറച്ച് സിനിമാറ്റിക് സ്റ്റൈലിൽ വീഡിയോസ് എടുത്താൽ അതിൽ എവിടെയൊക്കെ സൗണ്ട് എഫക്റ്റ് കൊടുക്കാൻ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ വീഡിയോക്കും അത് ആഡ് ചെയ്യാൻ ശ്രമിക്കാം. സോ സൗണ്ട് എഫക്റ്റ്, കളർ ഗ്രേഡിങ് ചെയ്യുക, പിന്നെ കട്ടൊക്കെ ചെയ്ത് നല്ല ട്രാൻസിഷനൊക്കെ കൊടുത്ത് നല്ല സെറ്റാക്കിയിട്ട് എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ സ്ക്രിപ്റ്റിങ്ങും എഡിറ്റിങ്ങാണ് കുറച്ചുകൂടി ടൈം എടുക്കൽ. എന്നാലും ഞാൻ പെട്ടെന്ന് എഡിറ്റിങ് തീർക്കാൻ നോക്കാണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ മുതൽ ഞാൻ ആഫ്റ്ററും കൂടി യൂസ് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. ആഫ്റ്ററിനെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല, എനിക്ക് ചെറിയ ബേസിക് മാത്രമേ അറിയുള്ളൂ. എന്നിട്ടും ഞാനത് കുറേ കാലമായി അത് യൂസ് ചെയ്തിട്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോക്ക് ആണ് ആഫ്റ്റർ ഒന്ന് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആഫ്റ്ററും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അതും നിങ്ങളുടെ വീഡിയോ ഒന്നും കൂടി ബെറ്റർ ആക്കാൻ സഹായിക്കും. പിന്നെ വരുന്നത് തമ്പനെയിൽ ക്രിയേഷനാണ്. തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ കുറേ ടെക്സ്റ്റ് കൊടുക്കലൊന്നും നോക്കില്ല. ഞാൻ കുറച്ചൊരു എന്താ പറയുക, ഒരു മിനിമലിസ്റ്റിക് രീതിയിലാണ് അധികം തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കൽ. ഞാൻ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു വേ ഓഫ് പാറ്റേൺ ഉണ്ട് എനിക്ക്. എൻ്റെ തമ്പനെയിലൊക്കെ കണ്ടാൽ മേ ബി നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഒരേപോലെ എന്നുള്ള രീതിക്ക് ഒരു യൂണിറ്റി അത് ഞാൻ കീപ്പ് ചെയ്യലുണ്ട്. എന്താ അറിയില്ല, എനിക്കെന്തോ അധികം ഓവർ ഇങ്ങനെ തമ്പനെയിൽ ഇതൊന്നും വലിയ താല്പര്യമില്ല. സോ ഞാനിങ്ങനെ ഭയങ്കര സിമ്പിളായിട്ടുള്ള തമ്പനെയിലാണ് ഉണ്ടല്ലോ. നിങ്ങൾക്ക് തമ്പനെയിൽ നിങ്ങളുടെ ഒരു ഐഡിയ വെച്ചിട്ട് എങ്ങനെയൊക്കെ വ്യൂവേഴ്സ് കിട്ടും എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് തമ്പനെയിലിടാം. തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ തമ്പനെയിൽ ഒന്ന് വരച്ചൊക്കെ സെറ്റ് ചെയ്ത് നോക്കും, ഇങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്താലോ എന്നൊക്കെ. പിന്നെ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണോ ആ തമ്പനെയിൽ കൊടുക്കുന്നത് ആ ടൈറ്റിൽ ജസ്റ്റ് യൂട്യൂബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കുറേ ആൾക്കാർ അതുപോലത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ടാവും. അവരെ തമ്പനെയിലൊക്കെ നോക്കിയിട്ട് ജസ്റ്റ് റെഫറൻസിന് നോക്കാം. എന്നിട്ട് അതേപോലെ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് തമ്പനെയിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്. 3 തമ്പനെയിൽ ഇടാം. 3 തമ്പനെയിൽ അതിൽ മെയിൻ തമ്പനെയിൽ ഫസ്റ്റ് ഇടണം. അപ്പോൾ ആ മെയിൻ തമ്പനെയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് ചെയ്ത് ഓരോരുത്തർക്ക് ഓരോന്ന് സജസ്റ്റ് ചെയ്യുക യൂട്യൂബ്. അപ്പോൾ അതിനനുസരിച്ച് തമ്പനെയിൽ ഞാൻ
ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യലാണ് ഞാൻ ചെയ്യൽ. പിന്നെ വരുന്നത് അപ്ലോഡിംഗ് ആണ്. അപ്ലോഡിങ്ങിൽ ഞാൻ മെയിനായിട്ട് ഞാൻ ഓൾറെഡി സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ടൈറ്റിൽ കൊടുക്കണം, ഡിസ്ക്രിപ്ഷനിൽ എന്തൊക്കെ കൊടുക്കണം എന്നുള്ള ജസ്റ്റ് റൈറ്റ് ചെയ്തതിന് ജസ്റ്റ് സെർച്ച് ചെയ്തൊക്കെ വെക്കും. പിന്നെ ChatGPT-യിലാണ് ഞാൻ അധികം ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ChatGPT-നെ ആശ്രയിക്കാറാണ് ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. അതുപോലെ കോപ്പി ചെയ്യില്ല, ജസ്റ്റ് എൻ്റെ ഇതിലൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ കൊടുക്കലാണ് പതിവ്. അപ്പം ഡിസ്ക്രിപ്ഷനും ടാഗും പിന്നെ എന്താ പറയുക ടൈറ്റിലും #ടാഗ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് ലാസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. എന്നിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടാണെങ്കിൽ ഞാനത് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് ഇടുന്നത്. ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് ഇടുന്നതാണ് ഒന്നുകൂടി ബെറ്റർ എന്നുള്ളത്. ഷെഡ്യൂൾ ചെയ്തിട്ടാണ് ഞാൻ ആദ്യം ഇടൽ. പിന്നെ അപ്ലോഡ് ചെയ്യുന്ന എനിക്കൊരു ഒരു ദിവസമൊക്കെ ഉണ്ട്. ഞാൻ ആ ഒരു സമയത്ത് തന്നെ മാക്സിമം ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അതും ഞാൻ എവിടെ കേട്ടതാണ് അങ്ങനെ ചെയ്യുന്നത് കുറച്ചുകൂടി ബെറ്റർ ആണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഉണ്ട്. എനിക്ക് ലിമിറ്റഡ് സാധനങ്ങളായതുകൊണ്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾക്കൊന്നും കൂടി ബെറ്റർ ആക്കാൻ പറ്റുകയാണെങ്കിൽ ബെറ്റർ ആക്കാം. ഞാൻ കുറേ പൈസ ഇട്ടിട്ട് യൂട്യൂബിന് വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് ഒന്നും ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല. പക്ഷേ പൈസ ഇട്ടത് ഈ ട്രൈപോഡുമ്മലൊക്കെയാണ്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് നല്ലതുണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്റർ. ഞാൻ എൻ്റെ റൂമിൽ വെച്ചെടുക്കണം, വേറെ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ റൂമിൽ വെച്ചെടുക്കണോണ്ട് മാക്സിമം ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ടിട്ട് ചെയ്ത ബാക്ക്ഗ്രൗണ്ടാണിത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കാര്യത്തിലും ഒന്ന് സെറ്റ് ചെയ്താൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. അപ്പോൾ ആസ് എ ബിഗിനർ യൂട്യൂബർ എന്ന നിലക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഉള്ളത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ കയ്യിൽ ട്രൈപോഡ് ഇല്ലാത്ത സമയത്ത് ഞാൻ മുന്നേ യൂട്യൂബ് ഡിലീറ്റ് ആയി പോയ പ്രശ്നം ഉണ്ടായിരുന്നു. ആ ഡിലീറ്റ് ആവുന്നതിന് മുന്നേ ഞാൻ വീഡിയോ ഇട്ടിരുന്നത് ജസ്റ്റ് ഞാനിങ്ങനെ എന്താ പറയുക ഈ ബുക്കൊക്കെ കട്ടി വെച്ചിട്ട് അതുമ്മലൊക്കെ ഫോൺ വെച്ചിട്ടൊക്കെ ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താണോ ഉള്ളത്, ഇനി ഫോൺ ഒറ്റക്കുള്ളെങ്കിലും അതിനോട് ഈ വീഡിയോ എടുത്ത് ശ്രമിക്കുക. എടുത്തുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. അപ്പം അത്രയ്ക്കുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ബൈ.